അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേ ഇതുപോലുള്ള കുറേ വെട്ട് പീസുകൾ കൊണ്ടാണ് കേട്ടോ. ഇതൊരു പീസ്, ഇതൊക്കെ നൈറ്റി ബിറ്റായിരുന്നു. നൈറ്റി ബിറ്റിൻ്റെ ബാലൻസുകളാണ് കേട്ടോ. ഇതൊരു പീസ്, ഇത് നൈറ്റി ബിറ്റല്ല, വേറെ എന്തൊക്കെയോ തുണികളിലൂടെ കിടന്നേച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ നോക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചുരുണ്ട് കൂടി കാലങ്ങളായിട്ടിരുന്ന തുണിയായതുകൊണ്ട് തന്നെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേച്ചെടുത്തിട്ട് കാരണം മറ്റേ വയലറ്റ് മെറ്റീരിയൽ അങ്ങ് ഒഴിവാക്കി. ഈ രണ്ട് മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഈ രണ്ട് മെറ്റീരിയൽ അത്യാവശ്യം കളർ കൊണ്ടൊക്കെ ഒന്ന് ചേർന്ന് വന്നുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഒരു ഫ്രോക്ക് നൈറ്റി പോലെ സ്റ്റിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മാത്രമുള്ള തുണിയൊന്നുമില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇത് വരും എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ ഒരു തലേണ പോലെ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. തലേണൊക്കെ പില്ലോ കവർ അടിക്കുന്ന കണക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെട്ടാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ, 4ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാർക്ക് ചെയ്യാം. അത് കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നിവർത്തിയെടുക്കുമ്പോഴത്തേക്കിനും ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയലുള്ളത്. ഒരു സൈഡിൽ നമ്മുടെ ഗ്രീൻ കളറും ഒരു സൈഡിൽ നമ്മുടെ വൈറ്റ് കളറുള്ള മെറ്റീരിയലും കൂടിയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നെക്ക് ഞാൻ സിമ്പിളായിട്ടൊരു സ്ക്വയർ വ്യൂ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഇച്ചിരി പീസുകൾ കൊണ്ടൊരു കുഞ്ഞ് ഫ്രില്ലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതായിട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അത് രണ്ടും കൂടി അത്യാവശ്യം ചേർന്ന് പോണ പോലെ തോന്നി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ.